ഗൈസ്, ഇന്ന് ഞങ്ങൾ കൊല്ലം വരെ പോവാണ്. കൊല്ലത്ത് ആർപി മാളിൽ ദേവുവിനൊരു ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ കൊല്ലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടി. ഇതാണ് ആർപി മാള്. അപ്പോൾ നമ്മളിപ്പോൾ മാളിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഏരിയയിലെത്തി. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ മാളിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ മാളിനകത്ത് കയറി. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ദേവുവിന് ഷൂ മേടിക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. അപ്പോൾ നമ്മൾ ഷൂ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നമ്മൾ ഷൂ മേടിക്കാനാണ് വന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് ഈസി ബൈയിലോട്ട് പോവുകയാണ്. ഈസി ബൈയിൽ കയറി. അങ്ങനെ നമ്മൾ ഈസി ബൈയിലെത്തിയിട്ട് ഇപ്പോൾ ഷൂ നോക്കാനാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഫസ്റ്റ് ഈസി ബൈയിൽ വന്നത്. പക്ഷെ അവിടെ ഷൂ ഇല്ലായിരുന്നു ഗൈസ്. അവിടെ ഡ്രസ്സ് ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ചുമ്മാ ഈസി ബൈ ഫുള്ളൊന്ന് കയറി ഇറങ്ങി. പക്ഷെ നമ്മൾ ശശിയായിട്ടാണ് തിരിച്ചിറങ്ങിയത്. കാരണം നമ്മളവിടെ ഷൂസ് ഉണ്ടെന്നും പറഞ്ഞാണ് പോയത്. പക്ഷെ അവിടെ ഷൂസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പുറത്തിറങ്ങി. അടുത്തത് നമ്മളിനി ട്രെൻഡ്സിൽ കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ട്രെൻഡ്സിൽ വന്നു. അങ്ങനെ ട്രെൻഡ്സിനകത്ത് കയറിയിട്ട് അവിടെയാണെങ്കിൽ ഏകദേശം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ഷൂസിന്. പക്ഷെ ദേവുവിന് അങ്ങോട്ട് ഷൂസൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം നമ്മളാണെങ്കിൽ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോഴാണ് കൊച്ചു മിറർ സെൽഫി എടുക്കുന്നത്. മിറർ സെൽഫി എന്ന് പറഞ്ഞിട്ട് വീഡിയോയാണ് കൊച്ചു എടുത്തത്. അങ്ങനെ എന്നെയും പറ്റിച്ചു, ചിക്കുവിനെയും പറ്റിച്ചു. ചിക്കുവും മിറർ സെൽഫി ആണെന്ന് കരുതി പോസൊക്കെ ചെയ്തതാണ് വലിയ കാര്യത്തിൽ. പക്ഷെ അത് വീഡിയോ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഷൂസൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഷോപ്പിൽ കയറി. ഷോപ്പിൻ്റെ പേരൊന്നും നോക്കിയില്ല. അവിടെ ഷൂസ് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേനും നമ്മൾ ഓടി ആ ഷോപ്പിലോട്ട് അങ്ങ് കയറി. അങ്ങനെ നമ്മൾ ദേവുവിന് ഷൂസ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴും ദേവുവിന് ഏകദേശം എല്ലാ ഷൂസും നല്ലപോലെ ഇഷ്ടമായി. അങ്ങനെ ദേവുവിന് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞിട്ട് ആ ബ്ലാക്കും പിങ്കും ആയിട്ടുള്ള ഷൂസാണ് ദേവു സെലക്ട് ചെയ്തത്. ആ ടൈമിലാണെങ്കിൽ നമുക്ക് പറ്റിയ കുറേ ഷൂസും ചപ്പലും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഒടിഞ്ഞ തിഞ്ച് പൈസ കൊടുക്കണം. നിക്കണം. ഇതിനെ പിടിച്ച അമ്മ എന്റെ ഇതൊന്നും വേണ്ട ഇതിട്ടാ മതി. ഇല്ല കേറില്ല. എന്റെ അളവില്ല. നടന്നേട അതിട്ട് ഷൂ. ഇത് എന്റെ സൈസ് ഇല്ലേ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? വീട് ഈ കൊള്ളാമല്ലോടി പെണ്ണേ. ഇത് നോക്ക്. വാ മതി നമുക്ക് അടുത്ത കടയിൽ കയറിട്ട് നോക്കുക. ചന്ത ഷൂ വാങ്ങി തരാന്ന് പറഞ്ഞല്ലോ. അമ്മ
വേണോ? കൊള്ളാം. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. ഹലോ ഗൈസ്, നമ്മുടെ ദേവന് ഷൂ വാങ്ങി. നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നമ്മുടെ ദേവ് ഒന്ന് മറിഞ്ഞു വീണായിരുന്നു ഗൈസ്. ഇതിന്റെ ഫ്രണ്ടിലാണ് ദേവ് വീണത്. അതല്ല, CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം. ദേവു വീണ ചമ്മലിൽ ഞാനും ദേവും ആദ്യമേ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. എന്നിട്ട് പിന്നെ ദേവിന് കോട്ടൺ ക്യാൻഡി മേടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ കോട്ടൺ ക്യാൻഡിയൊക്കെ വാങ്ങിയിട്ട് നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വണ്ടി വെച്ചിരിക്കുന്ന പാർക്കിംഗ് ഏരിയയിലോട്ട് പോവുകയാണ്. അങ്ങനെ അതിനിടയ്ക്ക് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തു എല്ലാവരുമായിട്ട്. എന്നിട്ട് നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു, മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ദേവുവിന് വിശക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ദേവു വണ്ടിയുടെ ബാക്കിലിരുന്ന് ഫുൾ അലമ്പായിരുന്നു. കുഞ്ഞാച്ചി എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും വാങ്ങിച്ചതാ കഴിക്കാനെന്നും പറഞ്ഞിട്ടിരുന്ന് അലമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരുതി നമ്മുടെ കാങ്കത്തുമുക്കിലുള്ള ഒരു ഫേമസ് ജ്യൂസ് കിട്ടുന്ന ഒരു കടയുണ്ട്. അങ്ങനെ നമ്മൾ ആ കടയിൽ വന്ന് കയറി. അവിടുത്തെ ഫേമസ് ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്. അങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് പറഞ്ഞു. അങ്ങനെ 4 മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് പറഞ്ഞപ്പോൾ ദേവുവിന് സോഡ നാരങ്ങ വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി. പിന്നെ ദേവിനെ കൊണ്ട് നിർബന്ധിച്ച് ജ്യൂസൊക്കെ കുടിപ്പിച്ചു. പോരാഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു പാഴ്സലും വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയി.